നമസ്കാരം, എല്ലാവർക്കും തത്വ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പ്രീവിയസ് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തുനിന്ന് പല ക്വസ്റ്റ്യൻസും ഇപ്പോൾ പ്രിലിംസിന് 2021 2022 സ്ഥിരം ചോദിക്കുന്നുണ്ട്. അപ്പോൾ പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവിൽ മാത്രം എടുക്കുക. മെയിൻസിന് പ്രിപ്പയർ ചെയ്യുന്നവർ ഈ രീതിയിൽ മാത്രം പഠിച്ചാൽ പോരാ. ഇതിപ്പം പണ്ടത്തെ പോലെ തന്നെ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് മാത്രം ചോദിക്കുന്ന ഒരു സെക്ഷനായിട്ടാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത്. അപ്പോൾ മെയിൻസ് ഉള്ളവർ ദയവ് ചെയ്ത് അവോയ്ഡ് ചെയ്യുക. ഇനി പ്രിലിമിനറി പ്രിപ്പയർ ചെയ്യുന്നവർ മാത്രം നോക്കുക. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. 2016 UP സ്കൂൾ അസിസ്റ്റന്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 60 ക്വസ്റ്റ്യൻസും അതിന്റെ പ്രൊഫഷണൽ ആൻസർ കീ മാത്രമാണ് പറയാൻ പോകുന്നത്. ഇന്നലെ പറഞ്ഞതിനകത്ത് 1-2 ക്വസ്റ്റ്യൻസ് തെറ്റുണ്ടായിരുന്നു, ഞാൻ അതിനകത്ത് തിരുത്തി എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇന്ന് പറയാൻ പോകുന്നത് PSCയുടെ പ്രൊഫഷണൽ കീ അനുസരിച്ചിട്ടുള്ള ആൻസേഴ്സും കൂടെയാണ്. അതുകൊണ്ട് വലിയ തെറ്റ് വരാൻ സാധ്യതയില്ല. ഉണ്ടെങ്കിൽ തന്നെ PSC ചില ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ വർഷങ്ങളായിട്ട് ഒരേ ആൻസർ തന്നെ അവർ കണ്ടെത്തി വെച്ചിട്ടുണ്ട്. അതിനകത്ത് പലതും തെറ്റാണ്, അതാണ് സത്യം. പലതും തെറ്റാണെങ്കിലും പ്രൊവിഷൻ അനുസരിച്ച് വരുന്ന സമയത്ത് അത് ശരിയായിട്ട് വരാറുണ്ട്. അപ്പോൾ അതും കൂടെ ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 1, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് നദിയുടെ തീരത്താണ് റോമ നഗരം സ്ഥിതി ചെയ്യുന്നത്? ഇത് നമ്മളോട് ഇപ്പോൾ ചോദിക്കാൻ സാധ്യതയില്ല. കാരണം നമുക്കിപ്പം വേൾഡ് ജോഗ്രഫി അല്ലെങ്കിൽ വേൾഡ് ഹിസ്റ്ററി ഒരുപാട് അങ്ങ് പഠിക്കാനില്ല പ്രിലിംസിന്. അതുകൊണ്ട് ബാക്കിയുള്ള എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർ ഇതൊന്ന് നോക്കുക. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് നദിയുടെ തീരത്താണ് റോമ നഗരം സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ സി ആണ്, ടൈബർ ആണ് കേട്ടോ. ടൈബർ ആണ്. 2, പട്ടണം ഉത്ഖനനം നടക്കുന്ന ജില്ല ഏതാണ്? ഓപ്ഷൻ എ എറണാകുളമായിരുന്നു. സിമ എന്നറിയപ്പെടുന്ന ഭൂമിയുടെ ഭാഗം ചോദിക്കാൻ സാധ്യതയുണ്ട്. മെയിൻസിനും നമുക്ക് പഠിക്കാനുണ്ട്. ഭൂമിയുടെ പാർട്ട് ചോദിക്കാറുള്ളതാണ് കേട്ടോ. അപ്പം സിമ എന്നറിയപ്പെടുന്ന ഭൂമിയുടെ ഭാഗം ഏതാണ്? ഓപ്ഷൻ ബി, കടൽ തറയെ നമ്മൾ അറിയപ്പെടുന്ന പേരാണ് സിമ. 4, ആനന്ദ മഹാസഭയുടെ സ്ഥാപകൻ ആരാണ്? ആനന്ദ മഹാസഭയുടെ സ്ഥാപകൻ ബ്രഹ്മാനന്ദ ശിവയോഗി. ഏതിന് പകരമുള്ള പുതിയ സംവിധാനമാണ് 2015 നിലവിൽ വന്ന നീതി ആയോഗ്? നമുക്കറിയാം നീതി ആയോഗ് എന്തിന് പകരമായിട്ട് വന്നതാണ്? പ്ലാനിംഗ് കമ്മീഷൻ അഥവാ ആസൂത്രണ കമ്മീഷന് പകരമാണ് 2015 മോദി സർക്കാരിന്റെ കാലത്ത് നീതി ആയോഗ് നിലവിൽ വന്നത്. അപ്പോൾ ഓപ്ഷൻ എ ആസൂത്രണ കമ്മീഷനാണ് ആൻസർ. 6, സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത് ആരാണ്? ഡൗട്ട് ഒന്നും വേണ്ട, ഓപ്ഷൻ സി, വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് സ്വദേശാഭിമാനി പത്രം സ്റ്റാർട്ട് ചെയ്തത്. ഡയറ്റ് ഏത് രാജ്യത്തെ പാർലമെന്റ് ആണ്? ജപ്പാനിലെ പാർലമെന്റ് ആണ് ഡയറ്റ് ജപ്പാനിലെ പാർലമെന്റ് ആണ്. 8ാമത്തെ ക്വസ്റ്റ്യൻ, ഷോളയാർ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? ഷോളയാർ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ചാലക്കുടി പുഴ. അടുത്തത്, ഹരോൾഡ് ഡോമർ മോഡൽ അടിസ്ഥാനമായി സ്വീകരിച്ച പഞ്ചവത്സര പദ്ധതി ഏതാണ്? 1ാം പഞ്ചവത്സര പദ്ധതിയാണ് നമ്മൾ ഹരോൾഡ് ഡോമർ മോഡൽ എന്ന് പറയുന്നത് അല്ലെ. അടുത്ത, മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ എല്ലാവർക്കും അറിയായിരിക്കും, APJ അബ്ദുൽ കലാം ആണത്. 11, ക്ലോർ ആൽക്കലി പ്രവർത്തനം താഴെ പറയുന്ന ഏത് രാസവസ്തുവിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്ലോർ ആൽക്കലി പ്രവർത്തനം താഴെ പറയുന്ന ഏത് രാസവസ്തുവിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സോഡിയം ഹൈഡ്രോക്സൈഡിന്റെ നിർമ്മാണവുമായിട്ടാണ് ക്ലോർ ആൽക്കലി പ്രവർത്തനം ബന്ധപ്പെട്ട് കിടക്കുന്നത്. 12ാമത്തെ ക്വസ്റ്റ്യൻ, ആങ്സ്ട്രം മെഷർ എന്നത് താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആങ്സ്ട്രം മെഷർ എന്ന് പറയുന്നത് താഴെ പറയുന്നവയിൽ കപ്പലിന്റെ വേഗതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 13, താഴെ പറയുന്നവയിൽ പോസിറ്റീവ് ചാർജുള്ള കണം ഏതാണ്? താഴെ പറയുന്നവയിൽ പോസിറ്റീവ് ചാർജുള്ള കണമാണ് ആൽഫ കണം. എന്താണ് ആൽഫ കണം? 14, പ്രകാശത്തിന്റെ വേഗത ആദ്യമായി അളന്നത് ആരാണ്? റോമർ ആണ് കേട്ടോ. പ്രകാശത്തിന്റെ വേഗത ആദ്യമായി അളന്നത് റോമർ. 15, നീലപ്രകാശവും പച്ചപ്രകാശവും കൂട്ടിച്ചേർത്താൽ ഉണ്ടാകുന്ന നിറം എന്താണ്? സയനാണ്. നീലയും പച്ചയും ചേർത്താൽ സയനാണ് നമുക്ക് കിട്ടുന്നത്. 16, എക്സ്റേ പതിക്കാതിരിക്കാൻ ഉപയോഗിക്കുന്ന രക്ഷാകവചം ഏത് ലോഹം കൊണ്ടാണ് നിർമ്മിക്കുന്നത്? എക്സ്റേ പതിക്കാതിരിക്കാൻ ഉപയോഗിക്കുന്ന രക്ഷാകവചം നിർമ്മിക്കുന്നത് ഏത് ലോഹം കൊണ്ടാണ്? ലെഡ് കൊണ്ടാണ്.
17 ക്വാർട്സ് ക്രിസ്റ്റൽ രാസപരമായി ഏത് വസ്തുവാണ്? ക്വാർട്സ് ക്രിസ്റ്റൽ രാസപരമായി സിലിക്കൺ ഡയോക്സൈഡ് ആണ്. ക്വാർട്സ് ക്രിസ്റ്റൽ എന്താണ്? സിലിക്കൺ ഡയോക്സൈഡ്. 18 മോണോസൈറ്റ് ഏത് ലോഹത്തിന്റെ അയിരാണ്? മോണോസൈറ്റ് ഏത് ലോഹത്തിന്റെ അയിരാണ്? ഏതാണ്? ഓപ്ഷൻ സി തോറിയത്തിന്റെ ആണ് കേട്ടോ. തോറിയത്തിന്റെ അയിരാണ് മോണോസൈറ്റ്. അത് നമ്മൾ ധാതുക്കൾക്കകത്ത് എടുത്തു പറയുന്നുണ്ട്. മോണോസൈറ്റ് ഏത് ലോഹത്തിന്റെ അയിരാണ്? തോറിയത്തിന്റെ. 19 മുന്തിരിങ്ങയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡിന്റെ പേരെന്താണ്? മുന്തിരിങ്ങയിൽ അടങ്ങിയിരിക്കുന്നത് ടാർട്ടാറിക് ആസിഡ് ആണ്. എല്ലാവർക്കും അറിയാം, നാരങ്ങയിലാണ് സിട്രിക് ആസിഡ്. 20 എൻഡോസൾഫാൻ എന്ന കീടനാശിനി രാസികമായി ഏത് വിഭാഗത്തിൽ പെടുന്നു? എൻഡോസൾഫാൻ എന്ന കീടനാശിനി രാസികമായി ഏത് വിഭാഗത്തിൽ പെടുന്നു? ഓപ്ഷൻ എ ഓർഗാനോ ക്ലോറിനകത്താണ് എൻഡോസൾഫാൻ കീടനാശിനി വരുന്നത്. എന്താണ്? ഓർഗാനോ ക്ലോറിനകത്ത്. അടുത്തത് സെന്റിഗ്രേഡും ഫാരൻഹീറ്റും ഒരുപോലെയാകുന്ന താപനില. സെന്റിഗ്രേഡും ഫാരൻഹീറ്റും ഒരുപോലെയാകുന്ന താപനില -40 ഡിഗ്രി ഇപ്പൊ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കടൽ വെള്ളത്തിന്റെ pH എത്രയാണ്? കടൽ വെള്ളത്തിന്റെ pH ഓപ്ഷൻ സി ആണ്, 8.5 ആണ് കടൽ വെള്ളത്തിന്റെ pH എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 23 ലോഹദ്യുതിയുള്ള അലോഹമാരാണ്? ലോഹദ്യുതിയുള്ള അലോഹമാരാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അയഡിൻ ആണ് കേട്ടോ. ലോഹദ്യുതിയുള്ള അലോഹമാരാണ്? അയഡിൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 24 ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ മൂലകം ഏതാണ്? ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ മൂലകമാണ് ടെക്നീഷ്യം. ഇതാണ് ടെക്നീഷ്യം. ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ മൂലകം ടെക്നീഷ്യം. 25 ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം. ഇതിപ്പോ സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. ഓക്സിജൻ ആണ് ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം. അടുത്തത് അൾട്രാവയലറ്റ് രശ്മികളെ പ്രതിരോധിക്കുന്ന ഗ്ലാസ് ഏതാണ്? അൾട്രാവയലറ്റ് രശ്മികളെ പ്രതിരോധിക്കുന്ന ഗ്ലാസ് ആണ് ക്രൂക്സ് ഗ്ലാസ്. അൾട്രാവയലറ്റ് രശ്മികളെ പ്രതിരോധിക്കുന്ന ഗ്ലാസ് ആണ് ക്രൂക്സ്. എന്താണ് പേര്? ക്രൂക്സ് ഗ്ലാസ്. കാന്തശക്തിയുടെ യൂണിറ്റ് എന്താണ്? കാന്തശക്തിയുടെ മാഗ്നറ്റിസത്തിന്റെ യൂണിറ്റ് ആണ് വെബർ. എന്താണ്? വെബർ. ക്വസ്റ്റ്യൻ നമ്പർ 28 വാഹനങ്ങളുടെ റിയർ വ്യൂ മിറർ എന്തുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. വാഹനങ്ങളുടെ റിയർ വ്യൂ മിറർ എന്തുകൊണ്ടാണ്? കോൺവെക്സ് ലെൻസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. 29 ഒരു ചാലകത്തിന്റെ നീളം കൂടുന്തോറും അതിന്റെ റെസിസ്റ്റിവിറ്റി. ഒരു ചാലകത്തിന്റെ നീളം കൂടുന്തോറും അതിന്റെ റെസിസ്റ്റിവിറ്റിക്ക് എന്ത് സംഭവിക്കുന്നു? മാറ്റമില്ലാതെ തുടരുന്നു. അടുത്ത നോക്കാം. ന്യൂക്ലിയസിന്റെ വലിപ്പം അളക്കുന്നത് എന്തുപയോഗിച്ചിട്ടാണ്? ന്യൂക്ലിയസിന്റെ വലിപ്പം ഫെർമി ആണ് കേട്ടോ. 31 ജീവാണു വളം തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന ഫോസ്ഫേറ്റ് ലായക ജീവാണുവിന് ഉദാഹരണമാണ് ഏതാണ്? ഓപ്ഷൻ എ ബാസിലസ് പോളിമിക്സ്. അപ്പൊ ഇത്ര കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഇതിപ്പോ UP സ്കൂൾ അസിസ്റ്റന്റിന്റെ ആയതുകൊണ്ടാണ് കറക്റ്റ് എക്സാക്ട് ചോദിക്കുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് സയൻസ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ പ്രിലിംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർ സയൻസിന് ഊന്നൽ കൊടുക്കുമ്പോൾ UP സ്കൂൾ അസിസ്റ്റന്റിന് LP സ്കൂൾ അസിസ്റ്റന്റിന്റെ ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് റെഫർ ചെയ്യുക. അതിനകത്ത് ഒരുപാട് സയൻസിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ നിന്നും സയൻസിന്റെ സ്ഥിരം ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതുകൊണ്ട് ഇപ്പൊ പല എക്സാംസിനും. 32 ധാന്യകം ഏത് രൂപത്തിലാണ് സീവ് നാളിയിലേക്ക് നീങ്ങുന്നത്? ധാന്യകം ഏത് രൂപത്തിലാണ് സീവ് നാളിയിലൂടെ നീങ്ങുന്നത്? സൂക്രോസിന്റെ രൂപത്തിലാണ്. നമ്മൾ കഴിക്കുന്ന ധാന്യകം സീവ് നാളിയിലൂടെ നീങ്ങുന്നത് സൂക്രോസിന്റെ രൂപത്തിലാണ്. 33 ബീജമൂലത്തിന്റെയും ബീജശീർഷത്തിന്റെയും അഗ്രഭാഗത്ത് രൂപപ്പെടുന്ന മെരിസ്റ്റം ഏതാണ്? ബീജമൂലത്തിന്റെയും ബീജശീർഷത്തിന്റെയും അഗ്രഭാഗത്ത് രൂപപ്പെടുന്ന മെറിസ്റ്റം ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ഡി പ്രോമെരിസ്റ്റം. എന്താണ്? പ്രോമെരിസ്റ്റം. അടുത്തത് സാർക്കോമ. സാർക്കോമ ശരീരത്തിന്റെ ഏതു ഭാഗത്തുണ്ടാകുന്ന ക്യാൻസർ ആണ്? സാർക്കോമ ശരീരത്തിന്റെ ഏതു ഭാഗത്തുണ്ടാകുന്ന ക്യാൻസർ ആണ്? അസ്ഥിയാണ് കേട്ടോ. സാർക്കോമ അസ്ഥിയിൽ ഉണ്ടാകുന്ന ക്യാൻസർ ആണ് സാർക്കോമ. 35 പ്ലാസ്മയിലെ ഏത് ഘടകത്തിലൂടെയാണ് ഗ്ലൂക്കോസ് സംവഹിക്കപ്പെടുന്നത്? ഏത് ഘടകത്തിലൂടെയാണ്? ജലത്തിലൂടെയാണ്. അപ്പൊ ഗ്ലൂക്കോസ് പ്ലാസ്മയിലെ ഏത് ഘടകത്തിലൂടെയാണ് സംവഹിക്കുന്നത്? ജലത്തിലൂടെയാണ്. അടുത്തത് ക്ലോറോഫിൽ ബി ഇവയിൽ ഏതാണ്? ക്ലോറോഫിൽ ബി ഇവയിൽ ഏതാണ്? ആൻസർ ആയിട്ട് വന്നിരിക്കുന്നത് C55H70O6N4Mg. ഇതാണ് ക്ലോറോഫിൽ ബി എന്ന് പറയുന്നത്. C55H70O6N4Mg. അടുത്ത 37 കോശശ്വസനം വഴി കോശങ്ങളിൽ ഉണ്ടാകുന്ന CO2 രക്തത്തിൽ എത്തുന്നത് എങ്ങനെയാണ്? കോശശ്വസനം വഴി കോശങ്ങളിൽ ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് രക്തത്തിൽ എത്തുന്നത് എങ്ങനെയാണ്?
ഓപ്ഷൻ ഡി ടിഷ്യൂ ദ്രവത്തിലൂടെയാണ്. ടിഷ്യൂ ദ്രവത്തിലൂടെ. അടുത്തത് PPLO എന്ന ഏകകോശ ജീവി ഏത് വിഭാഗത്തിൽ പെടുന്നതാണ്? PPLO എന്ന് പറയുന്ന ഏകകോശ ജീവി മൈക്കോപ്ലാസ്മ വിഭാഗത്തിൽ പെടുന്നതാണ്. PPLO മൈക്കോപ്ലാസ്മ. 39 പ്ലേഗ് ഉണ്ടാക്കുന്ന രോഗകാരി ഏതാണ്? പ്ലേഗ് 39 പ്ലേഗ് ഉണ്ടാക്കുന്ന രോഗകാരി ഏതാണ്? പ്ലേഗ് ഉണ്ടാക്കുന്ന രോഗകാരി എയർസീനിയ പെസ്റ്റിസ്. എന്താണ്? എയർസീനിയ പെസ്റ്റിസ്. അടുത്തത് 40 അൽക്കഹരിത് ഏത് പച്ചക്കറിയുടെ ഇനമാണ്? അൽക്കഹരിത് ഏത് പച്ചക്കറിയുടെ ഇനമാണ്? ഓപ്ഷൻ ബി പാവലാണ് കേട്ടോ. അൽക്കഹരിത് പാവലാണ്. മധ്യപ്രദേശ് വഴി കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖ താഴെ പറയുന്നവയിൽ ഏതാണ്? അപ്പൊ ഇതിന്റെ മറ്റൊരു വേർഷനാണ് ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന അക്ഷാംശ രേഖ 23.5 ഡിഗ്രി ഉത്തരായന രേഖയാണ്. അപ്പൊ മധ്യപ്രദേശ് വഴി കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖയാണ് 23.5 ഡിഗ്രി ഉത്തരായന രേഖ. 42 ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ ആദ്യമായി രൂപപ്പെട്ടതും അവസാനമായി വിഭജിക്കപ്പെട്ടതുമായ സംസ്ഥാനം താഴെ പറയുന്നവയിൽ ഏതാണ്? ഭാഷാടിസ്ഥാനത്തിൽ ആദ്യമായി രൂപപ്പെട്ടതും അവസാനമായി വിഭജിക്കപ്പെട്ടതും. അപ്പൊ ഭാഷാടിസ്ഥാനത്തിൽ ആദ്യമായി രൂപപ്പെട്ടതിനകത്ത് ആൻസർ ഉണ്ട് അല്ലെ? ആന്ധ്രാപ്രദേശ്. അപ്പൊ അവസാനമായി വിഭജിക്കപ്പെട്ടതും ആന്ധ്രാപ്രദേശാണ്. 43 ഭൂമധ്യരേഖയുടെ ഏറ്റവും അടുത്ത് കിടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം താഴെ പറയുന്നവയിൽ ഏതാണ്? ഭൂമധ്യരേഖയോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം താഴെ പറയുന്നവയിൽ ഏതാണ്? തമിഴ്നാടാണ് കേട്ടോ. അപ്പോൾ ഓപ്ഷൻസ് കൃത്യമായിട്ട് നോക്കിയിട്ട് വേണം ആൻസർ എഴുതാൻ. ഓപ്ഷൻ എ തമിഴ്നാട്. പർവ്വത വിജ്ഞാനത്തെ പറ്റി അറിയാൻ താഴെ പറയുന്നവയിൽ ഏത് പഠനശാഖയാണ് സഹായിക്കുന്നത്? പർവ്വത വിജ്ഞാനങ്ങളെ പറ്റി പഠിക്കുന്ന ശാസ്ത്രശാഖയുടെ പേരാണ് ഓറോഗ്രഫി. എന്താണ്? ഓറോഗ്രഫി. 45 ഹിമാലയ പർവ്വതം മുതൽ ഇന്ത്യൻ മഹാസമുദ്രം വരെ വ്യാപിച്ചു കിടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം താഴെ പറയുന്നവയിൽ ഏതാണ്? ഹിമാലയ പർവ്വതം മുതൽ ഇന്ത്യൻ മഹാസമുദ്രം വരെ വ്യാപിച്ചു കിടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. പശ്ചിമ ബംഗാൾ. ഹിമാലയ പർവ്വതം മുതൽ ഇന്ത്യൻ മഹാസമുദ്രം വരെ ഇങ്ങനെയല്ലേ പോകുന്നത്? അപ്പൊ ഇത് പശ്ചിമ ബംഗാൾ. ഹിമാലയ പർവ്വതം മുതൽ ഇവിടെ ഇങ്ങനെ ഈ സൈഡിൽ എന്താണ്? ഇന്ത്യൻ മഹാസമുദ്രമാണത്. പശ്ചിമ ബംഗാൾ. 46 റോഡുകൾക്കോ നദികൾക്കോ സമാന്തരമായി വരിവരിയായി കാണുന്ന വാസസ്ഥലങ്ങൾ താഴെ പറയുന്നവയിൽ ഏതാണ്? റോഡുകൾക്കോ നദികൾക്കോ സമാന്തരമായി വരിവരിയായി കാണുന്ന വാസസ്ഥലങ്ങൾ താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ രേഖീയ മാതൃക. അടുത്തത് മത്സ്യബന്ധനം താഴെ പറയുന്നവയിൽ ഏത് മേഖലയിൽ പെടുന്നു? അത് ചോദിക്കാൻ പറ്റിയൊരു ക്വസ്റ്റ്യൻ ആണ്. മത്സ്യബന്ധനം താഴെ പറയുന്നവയിൽ ഏത് മേഖലയിൽ പെടുന്നതാണ്? ഏത് മേഖലയിലാണ്? പ്രാഥമിക മേഖല. അപ്പോൾ കാർഷിക മേഖല ഇവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, വ്യവസായ മേഖല. അപ്പോൾ മത്സ്യബന്ധനം എന്ന് പറയുന്നത് പ്രാഥമിക മേഖലയിലാണ്. മത്സ്യം പിടിക്കാൻ പോകുന്നത് പ്രാഥമിക മേഖലയിലാണ്. 48 താഴെ പറയുന്നവയിൽ ഏതൊക്കെ ഭാഗങ്ങൾ ചേർന്നാണ് ശിലാമണ്ഡലം രൂപീകരിക്കുന്നത്? അപ്പൊ ശിലാമണ്ഡലം എന്ന് പറയുന്നത് ആരൊക്കെ ചേരുന്നതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ സി മാൻഡിലും ഭൂവൽക്കവും ചേർന്നാണ് ശിലാമണ്ഡലം. 49 എല്ലാ ശിലകളും താഴെ പറയുന്ന ഏത് ശിലയിൽ നിന്നാണ് രൂപം കൊള്ളുന്നത്? എല്ലാ ശിലകളും താഴെ പറയുന്ന ഏത് ശിലകളിൽ നിന്നാണ് രൂപം കൊള്ളുന്നത്? ആഗ്നേയശില. മഴ, മഞ്ഞ്, കാറ്റ് തുടങ്ങിയ പ്രകൃതി പ്രതിഭാസങ്ങൾ താഴെ പറയുന്ന ഏത് അന്തരീക്ഷ പാളിയിലാണ് ഉണ്ടാവുന്നത്? മഴയും മഞ്ഞും കാറ്റും ഒക്കെ ഉണ്ടാവുന്നത് എവിടെയാണ്? ട്രോപ്പോസ്ഫിയറിലാണ് അല്ലെ? ട്രോപ്പോസ്ഫിയറിലാണ്. അടുത്തത് ലോകമാന്യ എന്ന ബഹുമതി ലഭിച്ച ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര നേതാവ് താഴെ പറയുന്നവയിൽ ആരാണ്? അത് സ്ഥിരം ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ ആരാണ്? ബാലഗംഗാധര തിലകൻ. അടുത്തത് ബൂർബൺ രാജവംശം താഴെ പറയുന്നത് ഏത് രാജ്യത്തിലാണ് അധികാരത്തിലിരുന്നത്? ബൂർബൺ രാജവംശം താഴെ പറയുന്നവയിൽ ഫ്രാൻസിൽ ഉണ്ടായിരുന്ന രാജവംശമാണ്. ബൂർബൺ രാജവംശം ഫ്രാൻസിൽ ഉണ്ടായിരുന്നതാണ്. ഹിറ്റ്ലറുടെ രഹസ്യ പോലീസിനെ ഭയന്നൊളിച്ച പെൺകുട്ടി താഴെ പറയുന്നവയിൽ ആരാണ്? എല്ലാവർക്കും അറിയാം ആരാണ്? ആൻ ഫ്രാങ്ക്. നമ്മൾ കഥയൊക്കെ വായിച്ചിട്ടുണ്ട് അല്ലേ? അടുത്തത് ജ്ഞാനോദയ ചിന്തകളുടെ സവിശേഷത താഴെ പറയുന്നവയിൽ ഏതാണ്? ജ്ഞാനോദയ ചിന്തകളുടെ സവിശേഷത ഇത് നമുക്ക് വേണ്ടതല്ല, ടീച്ചിങ്ങിന് പഠിക്കുന്നതാണ്, അതുകൊണ്ട് അത് വിട്ടേക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 1756 പ്രഷ്യ സാക്സണിയെ ആക്രമിച്ചതിനെ തുടർന്ന് യൂറോപ്പിൽ ആരംഭിച്ച യുദ്ധം താഴെ പറയുന്നവയിൽ ഏതാണ്? പ്രഷ്യ മീൻസ് പേർഷ്യ സാക്സണിയെ
ആക്രമിച്ചതിനെ തുടർന്ന് യൂറോപ്പിൽ ആരംഭിച്ച യുദ്ധം താഴെ പറയുന്നവയിൽ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ സി സപ്തവത്സര യുദ്ധം. അതത്ര ഇമ്പോർട്ടൻ്റ് അല്ല, നമ്മുടെ സിലബസുമായിട്ട് റിലേറ്റഡും അല്ല, വിട്ടേക്കാം. അടുത്തത് അലാവുദ്ദീൻ ഖിൽജിയുടെ ഭരണപരിഷ്കാരം താഴെ പറയുന്നവയിൽ ഏതാണ്? ഇത് +2 പ്രിലിംസിന് സിലബസിലുള്ളത് കൊണ്ടും ഡിഗ്രി ലെവൽ മെയിൻസിന് സിലബസിലുള്ളത് കൊണ്ടും നോക്കി വെച്ചേക്കാം. കമ്പോള പരിഷ്കരണമാണ് അലാവുദ്ദീൻ ഖിൽജിയുടെ ഭരണപരിഷ്കാരം. കമ്പോള പരിഷ്കരണം നടപ്പാക്കിയത് അലാവുദ്ദീൻ ഖിൽജി. 57 1191 ഒന്നാം തറൈൻ യുദ്ധത്തിൽ വിജയിച്ച രാജാവ് ആരാണ്? ഇതും +2 പ്രിലിംസിന് ഡിഗ്രി ലെവൽ മെയിൻസിനൊക്കെ വേണ്ടിയാണ്. പൃഥ്വിരാജ് ചൗഹാനാണ്. ഒന്നാം തറൈൻ യുദ്ധം, രണ്ടാം തറൈൻ യുദ്ധം ആരാണ്? പൃഥ്വിരാജ് ചൗഹാനാണ്. അടുത്തത് 58 കേരളത്തിലെ മഹാശിലാ സ്മാരകങ്ങളിൽ നിന്നും ലഭിച്ച തെളിവുകൾ ഏത് കാലഘട്ടത്തെ പറ്റി പ്രതിപാദിക്കുന്നതാണ്? കേരളത്തിലെ മഹാശിലാ സ്മാരകങ്ങളിൽ നിന്നും ലഭിച്ച തെളിവുകൾ ഏത് കാലഘട്ടത്തെ പറ്റിയിട്ടാണ് പ്രതിപാദിക്കുന്നത്? കേരളത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് ഇരുമ്പ് യുഗത്തെ പറ്റിയിട്ട്. അടുത്തത് പഴന്തമിഴ് പാട്ടുകളിൽ പ്രതിപാദിക്കുന്ന തിണകളല്ലാത്തവ താഴെ പറയുന്നവയിൽ ഏതാണ്? അപ്പൊ ഇതും പ്രിലിംസിനൊന്നും ചോദിക്കത്തില്ല, പക്ഷേ ഇത് നമ്മുടെ ഒരു ഡിഗ്രി ലെവലിൻ്റെ ഇപ്പോൾ ലേറ്റസ്റ്റ് നടന്ന ഒരു പരീക്ഷയ്ക്കകത്ത് സിലബസിൽ നിന്നും ഔട്ട് ഓഫ് സിലബസിൽ നിന്നും ഇതുപോലെ കേരളത്തിൻ്റെ ഏൻഷ്യൻ കേരള ഹിസ്റ്ററിയിൽ നിന്നും ഇതുപോലെ തിണയൊക്കെ വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് നോക്കി വയ്ക്കുക, പഴന്തമിഴ് പാട്ടുകളെ പ്രതിപാദിക്കുന്ന തിണകളല്ലാത്തവ താഴെ പറയുന്നവയിൽ ഏതാണ്? നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ഓപ്ഷൻ സി വളഞ്ചിയാറാണ്. അപ്പോൾ കുറിഞ്ചി, മരുതം, മുല്ലൈ ഇതൊക്കെ പഴന്തമിഴ് പാട്ടുകളിൽ പ്രതിപാദിക്കുന്ന തിണകളാണ്. അടുത്ത മോഹൻജദാരോവിൽ ഉത്ഖനനങ്ങൾ നടത്തിയത് താഴെ പറയുന്നതിൽ ആരുടെ നേതൃത്വത്തിലായിരുന്നു? ഇതും ഡിഗ്രി ലെവൽ മെയിൻസ്, പ്രിലിംസ്, +2 ലെവൽ പ്രിലിംസിന് ഉള്ള ഒരു സിലബസ് ആണ്. RD ബാനർജിയുടെ നേതൃത്വത്തിലാണ് മോഹൻജദാരോ കുഴിക്കുകയും അവിടെ നിന്നും എന്താണ് സംസ്കാരങ്ങളൊക്കെ കണ്ടെടുക്കുകയൊക്കെ ചെയ്തത്. അപ്പോൾ 60 ക്വസ്റ്റ്യൻസിനകത്ത് ഒരു 3-4 എണ്ണം നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ സിലബസിൽ നിന്ന് അല്ലാത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ബാക്കി 60 എണ്ണം നമ്മൾ പ്രിലിംസിൻ്റെ പെർസ്പെക്റ്റീവിൽ തന്നെ പഠിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.